ഹൈഡ്രോളിക് മെഷീൻസിൽ നമുക്ക് ഫസ്റ്റ് വരുന്നതാണ് ബട്ടൺ വീലാണ്. ഹൈഡ്രോളിക് ടർബൈൻസിൽ ഫസ്റ്റ് ഈസ് ദ ബട്ടൺ വീൽ, അല്ലെങ്കിൽ നമ്മൾ ജനറലി ബട്ടൺ ടർബൈൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റൊട്ടേറ്റിംഗ് എലമെൻ്റ് എന്ന് വെച്ചാൽ ബട്ടൺ വീലായതുകൊണ്ട് നമ്മൾ ജനറലി ഇങ്ങനെ ബട്ടൺ വീൽ എന്നും കൂടി പറയുന്നു. ഓക്കെ, ബട്ടൺ ടർബൈൻ നമ്മൾ സിലബസിലൊക്കെ പഠിച്ചതാണ്, ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. ഹൈഡ്രോളിക് മെഷീൻസിലും സിവിലുകാരും ഒക്കെ പഠിക്കുന്നതാണ്, മെക്കാനിക്കലുകാരും എല്ലാവരും പഠിക്കുന്ന ഒരു ടോപ്പിംഗാണ്, ടർബൈൻ വർക്കിംഗ് ആണ് ബട്ടൺ ടർബൈൻ. അപ്പോൾ വർക്കിംഗ് സിമ്പിളാണ്, കാരണം നമുക്ക് ഈ 3 ടർബൈൻ നോക്കിയാൽ പെട്ടെന്ന് ഒരു സാധാരണക്കാർക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു വർക്കിംഗ് കൺസെപ്റ്റാണ് ഇപ്പോൾ നമ്മുടെ ഈ ബട്ടൺ വീലിൻ്റെ വർക്കിംഗ്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബട്ടൺ എന്ന് വെച്ചാൽ എന്താണ്, ബേസിക്കലി ഹൈ ഹെഡ് ടർബൈനാണ്. ഓക്കെ, കപ്ലാനൊക്കെ ലോ ഹെഡാണ്, ഹൈബ്രിഡ് ടർബൈനിൽ വരുന്നതാണ് ബട്ടൺ വീല്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് എൻ ഇമ്പൾസ് ടർബൈൻ. ഓക്കെ, അങ്ങനത്തെ പിന്നെ ടാൻജൻഷ്യൽ ഫ്ലോ ടർബൈൻ, ഇതൊക്കെ ഇതിൻ്റെ ഫീച്ചറാണ്. ബട്ടൺ വീൽ ഈസ് എ ടാൻജൻഷ്യൽ ഫ്ലോ ടർബൈൻ, അതുപോലെ തന്നെ ഇറ്റ് ഇസ് ഹൈ ഹെഡ് ടർബൈൻ ആൻഡ് അതുപോലെ ഇറ്റ് ഈസ് എ ഇമ്പൾസ് ടർബൈൻ. അപ്പോൾ ഞാനൊരു ബട്ടൺ വീലിൻ്റെ അല്ലെങ്കിൽ ബട്ടൺ ടർബൈൻ്റെ കൺസ്ട്രക്ചറൽ ഫീച്ചേഴ്സാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഓക്കെ, നമ്മുടെ വാട്ടർ ഫ്രം റിസർവോയർ. അപ്പോൾ റിസർവോയർ നമ്മൾ വാട്ടർ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വാട്ടർ ഫ്രം ദ റിസർവോയർ ഫസ്റ്റ് വരുന്നു, അത് നേരെ പഴയ പോലെ തന്നെ പെൻസ്റ്റോക്കിൽ കയറുന്നു, പെൻസ്റ്റോക്കിൽ നിന്ന് നേരെ ത്രൂ നോസിൽ. അപ്പോൾ ഇതിനെ നമ്മുടെ നോസിലാണ്. നോസിലെ ഫംഗ്ഷൻ എന്തോ ഇൻക്രീസ് ഫ്ലോ വെലോസിറ്റി കൂട്ടുക എന്നുള്ളതാണ് നോസിലെ ഫംഗ്ഷൻ. അപ്പോൾ പെൻസ്റ്റോക്കിലുള്ള വരുന്ന ഹൈ വെലോസിറ്റി നല്ല ഫോഴ്സ് ചെയ്യുന്ന വാട്ടർ നോസിൽ കൂടെ വരുമ്പോൾ അതിൻ്റെ വെലോസിറ്റി കുറച്ചും കൂടി കൂടിയിട്ട് നേരെ വന്ന് ഇതിലോട്ട് ഇടിക്കും, നമ്മുടെ ബട്ടൺ ടർബൈൻ്റെ പെരിഫറിയിൽ വെച്ചിരിക്കുന്ന ബക്കറ്റിൽ വന്ന് ഇടിക്കും. അപ്പോൾ സോയിഡ് എന്ത് ചെയ്യും, അത് കറങ്ങും. ഓക്കെ, അപ്പോൾ നോക്കുക, നമ്മുടെ കൺസ്ട്രക്ഷൻ വീഡിയോ നോക്കുമ്പം നമുക്ക് ഫസ്റ്റ് എന്നൊരു കേസിംഗ് ഉണ്ട്, ഒരു കാസ്റ്റ് അയണിൻ്റെ കേസിംഗ് ഉണ്ട്. അതിൻ്റെ എന്ന് വെച്ചാൽ അതിന് പ്രത്യേകിച്ച് ഹൈഡ്രോളിക് ഫങ്ഷൻസ് ഒന്നുമില്ല. ഈ അത് കേസിങ്ങിന് ഒരു പ്രൊട്ടക്ഷൻ, ഒരു കവചം പോലെ ആക്ട് ചെയ്യും, ദാറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് കേസിങ്. അതുപോലെ തന്നെ സ്പ്ലാഷിംഗ് ഓഫ് ലിക്വിഡ്, ഈ വാട്ടറിൻ്റെ സ്പ്ലാഷിങ് തെറിച്ച് പുറത്തേക്ക് വരുന്നതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടൊരു ഔട്ട് സൈഡ് സേഫ്റ്റി ഗാർഡ് പോലെ തന്നെ, അല്ലെങ്കിൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടി, അല്ലെ അതുപോലെ തന്നെ ആ ഒരു കൺസെപ്റ്റ് പോലെ തന്നെ ഒരുപാട് സേഫ്റ്റി എന്ന് മനസ്സിലാ സ്പ്ലാഷിംഗ് ഓഫ് വാട്ടർ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് പ്രത്യേകിച്ച് അതിന് ഹൈഡ്രോളിക് ഫംഗ്ഷൻ ആയിട്ടുള്ള ഹൈഡ്രോളിക് കൺസെപ്റ്റ് രീതിയിലുള്ള ഫംഗ്ഷൻ ഒന്നും അതിനില്ല. ഓക്കെ, ബേസിക്കലി അപ്പോൾ അത് കാസ്റ്റ് ചെയ്യണോ അങ്ങനത്തെ സ്റ്റീൽ കേസിംഗ് ഒക്കെ ആയിരിക്കും മിക്കവാറും നമ്മൾ ചെയ്തിട്ടുണ്ടാവുക, ദാറ്റ് ഈസ് നോൺ ആസ് കേസിങ്. അപ്പോൾ ഇതിനകത്താണ് റൊട്ടേറ്റിംഗ് എലമെൻറ്റ് എന്ത് വെച്ചിരിക്കുന്നത്, റണ്ണർ പ്ലേസ് ചെയ്തേക്കുന്നത്. ഓക്കെ, റണ്ണറിൻ്റെ സെൻട്രൽ പോർഷൻ ഷാഫ്റ്റ്, അതുമായിട്ടാണ് നമ്മൾ ജനറേറ്റർ ഷാഫ്റ്റ് കപ്ലൈ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ റണ്ണറിൻ്റെ റൊട്ടേറ്റിംഗ് പെരിഫറിൽ വെച്ചിരിക്കുന്ന ബക്കറ്റുകളുണ്ട്. ഓക്കെ, അത് ടർബൈൻ്റെ എണ്ണം അനുസരിച്ച്, ടർബൈൻ എണ്ണമല്ല, നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്പർ ഓഫ് ബക്കറ്റ്സ് എത്ര വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിലോട്ട് പതിക്കുന്ന വാട്ടർ ജെറ്റും, ഇപ്പോൾ ഒരു നോസിലാകുമ്പോൾ അത് ഒരു ജെറ്റേ വരുന്നുള്ളൂ. 2-3 നോസിൽ വെച്ച് കഴിഞ്ഞാൽ അതുപോലെ 2-3 വാട്ടർ ജെറ്റ് വന്ന് എവിടെ ഇടിക്കും, ഇൻലെറ്റിൽ വന്ന് ഇടിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ റൊട്ടേറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ റണ്ണറാണ്. റണ്ണറിന് ചുറ്റും പെരിഫറിൽ എന്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ബക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതൊരു കൺസ്ട്രക്ഷനാണ് ഈ ബട്ടൺ വീൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബട്ടൺ വീൽ മീൻസ് റണ്ണർ വിത്ത് ബക്കറ്റ്. ഓക്കെ, ആ ഒരു കൺസെപ്റ്റാണ് ബട്ടൺ വീൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ ബട്ടൺ വീലാണ് ഇവിടെ കാണുന്നത്, റണ്ണർ വിത്ത് ബക്കറ്റ്. അപ്പോൾ ഈ ബക്കറ്റിലേക്കാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, എന്ത് വന്ന് പതിക്കുന്നത്, ഈ വാട്ടർ ജെറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ഇതിലിടിക്കുമ്പോൾ സോയിറ്റ് ഇത് എന്ത് ചെയ്യും, കറങ്ങും. ഓക്കെ, കറങ്ങി ഇടിച്ച ശേഷം ബാക്കിയുള്ള വാട്ടർ വന്ന് ഇവിടെ സെറ്റിലാവും, ചാനൽ വഴി പോകും, ദാറ്റ് ഈസ് നോൺ ആസ് വാട്ടർ ചാനൽ വഴി പോകും, ദാറ്റ് ഈസ് നോൺ ആസ് ടെയിൽ റേസ്. ഓക്കെ, ഇതാണ് ബേസിക്കലി ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ആർക്കും കണ്ടാൽ മനസ്സിലാവുന്ന ഒരു കാര്യങ്ങളേ ഉള്ളൂ. വാട്ടർ വരുന്നു, പെൻസ്റ്റോക്കിൽ വരുന്നു, നോസിൽ കൂടെ വരുന്നു, ഹൈ വെലോസിറ്റി വന്ന് പതിക്കുന്നു, വെള്ളത്തിൻ്റെ എനർജി നഷ്ടമാകുന്നു, ടെയിൽ റേസിൽ കൂടെ പോകുന്നു, ടർബൈൻ ബട്ടൺ വീൽ റൊട്ടേറ്റ് ചെയ്യുന്നു, പവർ പ്രൊഡക്ഷൻ നടക്കുന്നു. ഓക്കെ, ഇത്രയാണ് ബേസിക്കലി അതിൻ്റെ ചുരുങ്ങിയ രീതിയിലുള്ള ഫംഗ്ഷൻ. ഒരു കേസിംഗ് ഉണ്ട്, ഒരു സേഫ് ഗാർഡായിട്ട് ആക്ട് ചെയ്യും, ആൾസോ ടു പ്രിവെൻറ്റ് ദ സ്പ്ലാഷിംഗ് ഓഫ് വാട്ടർ തെറിച്ച് പോകുന്നത്, ആ ഒരു കണ്ടീഷൻ പുറത്തേക്കൊന്നും പോകാതെ അതിൽ തന്നെ ഇടിച്ച് അതിൽ തന്നെ വീഴുന്ന ഒരു കൺസെപ്റ്റ്. ഓക്കെ, ഇനി ഇതിൻ്റെ ബക്കറ്റ് ഉണ്ട്. നേരത്തെ പറഞ്ഞ ബക്കറ്റ് സ്പെറിക്കൽ ഷേപ്പ് എന്ന് വെച്ചാൽ ഹെമിസ്പെറിക്കൽ ഷേപ്പാണ്. 2 സ്പൂൺസ് അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുന്ന ഈ ഒരു രീതിയിലുള്ള കൺസെപ്റ്റാണ് ഏത് വരുന്നത്, ബക്കറ്റിൻ്റെ കൺസെപ്റ്റ്. ഈ ബക്കറ്റിൻ്റെ മിഡിൽ പോർഷൻ സ്പ്ലിറ്റർ എന്ന് പറയും. ഞാനൊരു ബക്കറ്റ് വരച്ചിട്ടുണ്ട്. ദിസ് മിഡിൽ പോർഷൻ ഓഫ് ദ ബക്കറ്റ് ഈസ് നോൺ ആസ് സ്പ്ലിറ്റർ. ദാറ്റ് ഈസ് എ 2 ഹെമിസ്പെറിക്കൽ കപ്പ് ഷേപ്പ്ഡ് ബക്കറ്റാണ്. കപ്പ് ഷേപ്പ്ഡ് സ്ട്രക്ചറിലാണ് ഇതിന് ഈ ബക്കറ്റ് റണ്ണറിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വാട്ടർ വന്നിട്ട് ഇവിടെ ഇടിച്ചിട്ട് സ്പ്ലിറ്ററിൽ ഇടിച്ചിട്ട് ഇങ്ങനെ 2 സൈഡിൽ കൂടെ ഇങ്ങനെ തിരിഞ്ഞ് പോവുകയാണ്. അപ്പോൾ 2 ഹെമിസ്പെറിക്കൽ ബക്കറ്റ് വെച്ചുള്ള ഗുണം എന്ന് വെച്ചാൽ ഈ ആക്സിയൽ ഫോഴ്സ് ജനറേറ്റ് ചെയ്യുന്ന രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായി പോകും, ന്യൂട്രലൈസ് ചെയ്ത് പോകും. ഓക്കെ, ആ ഒരു ന്യൂട്രലൈസ് ചെയ്ത് പോകാൻ ആ ഒരു ഇപ്പോൾ ആക്സിയൽ ത്രസ്റ്റിൻ്റെ ഒരു ഇമ്പാക്റ്റ് അത് ഒഴിവാക്കാനായിട്ട് അതാണ് നമ്മൾ എന്ത് കൊടുത്തേക്കുന്നത്, 2 ഹെമിസ്പെറിക്കൽ കപ്പ് സ്പ്ലിറ്റർ വെച്ച് പുറത്തായിട്ട് കൊടുത്തേക്കുന്നത്. അങ്ങനെ ഒരു ആക്സിയൽ ത്രസ്റ്റ് റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോഴ്സ് ന്യൂട്രലൈസ് ചെയ്ത് പോകാൻ സാധിക്കും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ്, ആ ഒരു ഡിസൈന് വേണ്ടിയിട്ടാണ് നമ്മൾ 2 ഹെമിസ്പെറിക്കൽ കപ്പ് ഇവിടെ അറ്റാച്ച് ചെയ്തേക്കുന്നത്, സെൻട്രൽ ഒരു സ്പ്ലിറ്ററായിട്ട് വെച്ചിരിക്കുന്നത്. സോ ആ ഒരു കപ്പാണ്. അപ്പോൾ നമ്മൾ സെക്ഷൻ വ്യൂവിൽ ഇങ്ങനെ കപ്പിന് ഇത് മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ ഫ്രണ്ട് ടോപ്പിൽ നമ്മൾ എടുത്ത് പ്രത്യേകം നോക്കുമ്പോൾ മറ്റേ നിങ്ങൾ റബ്ബറും കായൊക്കെ മുറിക്കുമ്പോൾ നടക്കിങ്ങനെ ഇരിക്കത്തില്ലേ,
ഉണങ്ങിയ അതേ കൺസെപ്റ്റ് അത് നമുക്ക് മുറിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ട്. അതേപോലെയാണ് ഏകദേശം എഴുതിയിരിക്കുന്നത്, മറ്റേ ഉണങ്ങിയ റബ്ബറിൻ്റെ എഴുതിയിരിക്കുന്നത്. അത് നമ്മൾ നടുക്കൂടെ പൊട്ടിച്ച് നോക്കുമ്പോൾ നമുക്ക് അത് ഇരിക്കുന്നത് കാണാം. പക്ഷേ അതേപോലെ തന്നെയാണ് എന്തിരിക്കുന്നത്, ഈ ബക്കറ്റ് റണ്ണറിൽ വെച്ച്. ഇപ്പോൾ ഹെമിസ്ഫിയറിക്കൽ ഷേപ്പാന്നുള്ളത് കമ്പൽസറി മെസ്സേജ്. അപ്പോൾ നിങ്ങൾ സിലബസിൽ അന്ന് പഠിക്കുന്ന സമയത്ത് അത് കേട്ടിട്ടുണ്ട്, ഹെമിസ്ഫിയറിക്കൽ ഷേപ്പ്ഡ് കപ്പ് ബക്കറ്റ്സ് ഓൺ ദ റണ്ണർ ഓഫ് ദ ബട്ടൺ വീൽ എന്നുള്ളത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം അതൊന്ന് മനസ്സിലാക്കുക. ബക്കറ്റിൻ്റെ ആ ഒരു ഫീച്ചർ, ഹെമിസ്ഫിയറിക്കൽ ഷേപ്പ്ഡ് എന്നുള്ള ഒരു ഫീച്ചർ ടു റിഡ്യൂസ് ആക്സിയൽ ത്രസ്റ്റ്. അപ്പോൾ അതിനാണ് നമ്മൾ 2 കപ്പ് അവിടെ കോമ്പിനേഷൻ അവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതുപോലെ നോസിൽ നിന്നാണ് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നമ്പർ ഓഫ് ജെറ്റ് 1, 2, 3 ജെറ്റുകൾ വെച്ച് നമുക്ക് എന്ത് രീതിയിൽ ഇടിക്കാം. ഓക്കെ, നമ്മുടെ റിക്വയർമെൻറ്റ് എത്ര വേണമെന്നുള്ളത്. പിന്നെ സ്പീഡ് കൺട്രോളിങ് നിങ്ങൾക്കറിയാം, ഗവേണിംഗ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ സ്പീഡിന് ലോഡിനനുസരിച്ച് നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യണം, ഇത്ര കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ജെറ്റിൻ്റെ കാര്യം അഡ്ജസ്റ്റ് ചെയ്യണം. അതുപോലെ നോസിൽ കൂടെ വെള്ളത്തിൻ്റെ എമൗണ്ടും അഡ്ജസ്റ്റ് ചെയ്യണം. ഈ നോസിൽ കൂടെ വരുന്ന വാട്ടറിൻ്റെ എമൗണ്ട് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ അതിനെ പറയുമ്പോൾ സ്പിയർ വാൽവ് എന്ന് പറയും. ഈ സ്പിയർ വാൽവ് ഉണ്ടോ, ഇതിങ്ങനെ പിടിച്ച് നമ്മൾ തിരിക്കും, ഇങ്ങനെ തിരിക്കും. ഓക്കെ, തിരിക്കുമ്പം നിങ്ങൾ കണ്ടിട്ടുണ്ട്, ലാബ് ചെയ്തിട്ടുണ്ട്. സ്പിയർ വാൽവ് നമ്മൾ ഇങ്ങനെ തിരിക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ നീഡിൽ ബാക്കിലോട്ടും പുറകിലോട്ടോ ഒരു നീഡിൽ വാൽവ് പോലെ ആദ്യം പറയാം സ്പിയർ ഉണ്ട്, സ്പിയർ വാൽവ്. അപ്പോൾ ഇതെന്ത് ചെയ്യും, ഇതിങ്ങനെ ഇത് ബാക്കിലോട്ട് വരുമ്പോൾ എന്ത് ചെയ്യും, കൂടുതൽ വെള്ളം കയറും. ഫ്രണ്ടിലോട്ട് നോക്കി എന്ത് ചെയ്യും, ഇത് ഹോളങ്ങ് അടച്ച് കളയും. ഓക്കെ, അടച്ചു കഴിഞ്ഞാൽ വാട്ടർ ഫ്ലോ നടക്കുമോ, അത് ഇല്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കണ്ടീഷനാണ് ഈ സ്പിയർ വാൽവ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്, സ്പിയർ വാൽവ്. അപ്പോൾ ഞാൻ ഇത് വരയ്ക്കാൻ പറ്റുന്നുണ്ട്, പ്രത്യേകമായിട്ട് വരച്ചാൽ അപ്പോൾ നമുക്ക് തിരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പം ടർബൈൻ നല്ല സ്പീഡിലാണ് കറങ്ങുന്നത് വിചാരിക്കും, എനിക്ക് സ്പീഡ് ഒന്ന് റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ മാനുവലി സ്പിയർ വാൽവ് തിരിച്ചാൽ മതി. അപ്പോൾ എന്ത് ചെയ്യും, ഈ നീഡിൽ മുന്നോട്ട് നീങ്ങിയിട്ട് ഹോളങ്ങാൻ്റെ ഡയമീറ്റർ കുറച്ച് അടഞ്ഞാണ് ഉള്ളിലൂടെ കയറാൻ നോക്കും. അപ്പോൾ വാട്ടറിൻ്റെ അവൈലബിലിറ്റി കുറയും, അപ്പോൾ സ്പീഡ് സ്ലോയായിട്ടും കുറയും. സ്പീഡ് കൂട്ടണമെങ്കിൽ ഫുള്ള് തുറന്നു വിട്ടാൽ മതി, നല്ല സ്പീഡിൽ ആണ് ജെറ്റ് ഒന്ന് ഇടിക്കുന്നത്. സോ അതിന് പറയുന്ന പേരാണ് സ്പിയർ വാൽവ്. അപ്പോൾ അതാണ് ഈ നോസിലിൽ കൂടെ ഉള്ള വാട്ടർ ജെറ്റിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ഒരു ഫെസിലിറ്റി, സ്പിയർ വാൽവ് എന്ന് പറയും. അപ്പോൾ നോസിൻ്റെ അകത്തോടുള്ള ഒരു നീഡിൽ ടൈപ്പ് വാൽവ് പോലെയാണ്. അപ്പോൾ നമ്മൾ തിരിക്കുമ്പോൾ ആ ഒരു നീഡിൽ വന്നത് അടയും തുറക്കുകയും ചെയ്യും, ഓപ്പൺ ആകുകയും ചെയ്യും. അതിനനുസരിച്ച് നമുക്ക് ക്വാണ്ടിറ്റി വാട്ടർ ടർബൈനിലേക്കുള്ളത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇവിടുത്തെ വരുന്ന സെക്ഷൻ. അപ്പോൾ നമ്മുടെ ബക്കറ്റ് പറഞ്ഞ, റണ്ണർ പറഞ്ഞ, ബട്ടൺ വീലിൻ്റെ കാര്യം പറഞ്ഞ്, കേസിങ് പറഞ്ഞ്, ഇനിയുള്ളതാണ് ബ്രേക്കിംഗ് ജെറ്റ്. ബ്രേക്കിംഗ് ജെറ്റ് എന്ന് വെച്ചാൽ എന്തുവാ, ടർബൈൻ ഇങ്ങനെ നമ്മൾ നിർത്തിയാൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിന് റിവേഴ്സ് കറക്കം കൊടുത്ത് നമ്മളില്ല ഊഞ്ഞാലൊക്കെ ഇങ്ങനെ കറങ്ങി പോയിട്ട് തിരിച്ച് കറങ്ങുമ്പോൾ ആ ഒരു കാര്യം ന്യൂട്രലൈസ് ആയി പോകുമല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്ന ടർബൈൻ പെട്ടെന്ന് എന്ത് ചെയ്യണം, നിർത്തണം. അപ്പോൾ നിർത്തണം എന്ത് ചെയ്യണം, അപ്പോൾ നമ്മൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, അതിനെ പെട്ടെന്ന് നിർത്തണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു വാട്ടർ ജെറ്റ് എടുത്ത് ഒരു ഇമ്പാക്റ്റ് കൊടുക്കണം. അതിനെ പറയുന്ന പേരാണ് ബ്രേക്കിംഗ് ജെറ്റ്. ഓക്കെ, ഇവിടെ പടത്തിൽ നോക്കിയാൽ മതി. ഇവിടെ ടർബൈൻ ഇങ്ങനെയല്ലേ കറങ്ങുന്നേ. ഓക്കെ, ഇങ്ങനെ കറങ്ങുമ്പം ഇങ്ങോട്ട് ബ്രേക്കിംഗ് ജെറ്റ് കൊടുത്താലല്ല അതിന് ഇമ്പാക്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനെങ്ങനെ ഇവിടെ തന്നെയല്ലേ കൊടുത്തേക്കുന്നത്. അതിപ്പോൾ ഞാൻ വരയ്ക്കാനുള്ള സൗകര്യത്തോടെ വരച്ചതേ ഉള്ളൂ. ശരി, ഈ ഒരു കറക്കം അനുസരിച്ച് ബ്രേക്കിംഗ് ജെറ്റ് എവിടെ കൊടുക്കണ്ടേ, നമ്മൾ ഇവിടെ ഇങ്ങനെ കുറച്ചും കൂടി ഇങ്ങോട്ട് മാറ്റി ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ വല്ലതും കൊടുക്കണം. ഓക്കെ, എന്ന് വെച്ചാൽ ഇതിൽ റൊട്ടേഷൻ തടസ്സപ്പെടുത്തരുത്. അപ്പോൾ നമുക്ക് ആ രീതി വേണേൽ ഈ ബ്രേക്കിംഗ് ജെറ്റ് എനിക്ക് ഇങ്ങോട്ട് മാറ്റിയിട്ട് വേണമെങ്കിൽ ഇവിടെ വേണമെങ്കിലും വരയ്ക്കാം, അവിടെ തന്നെ വരയ്ക്കണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഞാൻ ഇവിടെ വരച്ചല്ലോ. അപ്പോൾ ഇവിടെ എന്താ വേണം, ഇവിടെ ചെറിയൊരു ഇത് വെച്ചിട്ട് ബ്രേക്കിംഗ് ജെറ്റ് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ ജെറ്റ് ഇങ്ങനെ വരുമോ. സോ ഇതിനെ പറഞ്ഞ പേരാണ് ബ്രേക്കിംഗ് ജെറ്റ്. കുറച്ച് വാട്ടർ എടുത്തിട്ട് ഇതിലേക്ക് കൊടുത്താൽ മതി. അപ്പോൾ ആൾറെഡി ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയെന്നല്ല, ഇവിടുന്ന് വന്ന് നല്ല സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുക. നമ്മൾ ഇത് നിർത്തിയാൽ കുറച്ച് നേരം കറങ്ങുമല്ലോ, പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം, തിരിച്ച് വെള്ളം ഇങ്ങനെ ഇടിക്കുമ്പോൾ എന്ത് ചെയ്യും, ഇതിങ്ങനെ കറങ്ങും, ഇവിടുന്ന് ഇങ്ങോട്ട് ഇടി വരും. അപ്പം ആ ഒരു പെട്ടെന്ന് അത് സ്റ്റോപ്പായി കിട്ടും. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ബ്രേക്കിംഗ് ജെറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഓവറോൾ കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സ് സിംപിളി സിലബസിൽ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പഠിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പോൾ സംശയമില്ലല്ലോ. അപ്പോൾ കേസിങ്, റൊട്ടേറ്റിംഗ് വീല്, റണ്ണർ, അതിൻ്റെ പെരിഫറൽ ബക്കറ്റ്, പിന്നെ അതുപോലെ തന്നെ അതിന് അസംബ്ലിക്ക് പകരം ബട്ടൺ വീല്, പിന്നെ നമ്മുടെ പെൻസ്റ്റോക്കിൽ നിന്ന് വാട്ടർ എൻട്രി ചെയ്യുന്നത് അത് നേരെ ഇതുവഴി വരുന്നത് നമ്മുടെ നോസിൽ വഴി ഹൈ വെലോസിറ്റി വന്നിട്ട് നമ്മുടെ ബക്കറ്റിൽ സ്ട്രൈക്ക് ചെയ്യുന്നു, കറക്കം റൊട്ടേറ്റ് ചെയ്തിട്ട് പോർഷൻ നടക്കുന്നത്. ഇതാണ് യൂഷ്വലി സംഭവിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, നോസിലൊക്കെ ഈ നമ്മുടെ ബട്ടൺ ഇൻലെറ്റിൽ അവൈലബിളായിട്ടുള്ളതെന്ന് വെച്ചാൽ ഓൺലി കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ. അല്ലാത്തുള്ള സ്റ്റാറ്റിക് പ്രഷറിൻ്റെ കൺസെപ്റ്റ് പ്രഷർ ത്രൂ ഔട്ട് കോൺസ്റ്റൻ്റ് ആണ്, അതിൽ വേരിയേഷൻ ഒന്നും വരുന്നില്ല. പിന്നെ കേസിങ്ങിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ടു പ്രിവെൻറ്റ് സ്പ്ലാഷിംഗ് ഓഫ് വാട്ടർ ഓർ ഇറ്റ്സ് ആക്ട്സ് എസ് എ സേഫ് ഗാർഡ്. നമുക്ക് കറങ്ങിക്കൊണ്ട് പുറത്തുനിന്ന് വല്ലതും കയ്യിലോട്ട് വന്ന് വീണ് കഴിഞ്ഞാൽ അതൊക്കെ അപകടത്തിന് കാരണമാകും. അപ്പോൾ ഒരു സേഫ്റ്റിയും കൂടെ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള കാര്യം അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പെൾട്ടാൻ വലിയ ടഫൊന്നുമില്ല, ജസ്റ്റ് കേട്ടാൽ മനസ്സിലാക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതിൻ്റെ ബക്കറ്റിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ കേസിങ്ങിൻ്റെ കാര്യങ്ങളും അതിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ.
അപ്പോൾ നമുക്ക് ഫസ്റ്റ് വരുന്ന ഒരു പടിക്കുള്ള ടർബൈനാണ് പെൽട്ടൺ ടർബൈൻ ഓർ പെൽട്ടൺ വീൽ. അപ്പോൾ ഇത്ര കഴിക്കുന്നതിന് സംശയമില്ലല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ച് വെക്കുക. അപ്പോൾ കുറച്ച് ബുക്സൊക്കെ നന്നായിട്ട് വായിക്കുക, കുറച്ചും കൂടി ഐഡിയാസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഒന്നും കൂടെ ആ ഒരു സാധനങ്ങളൊക്കെ കണ്ടത് മനസ്സിലാക്കി വെച്ച് വെക്കുക. ഓക്കെ, ഇത്രയാണ് പെൽട്ടൺ വീലിൻ്റെ ബാക്കി. ടെയിൽ റൈസ് ബാക്കി വാട്ടർ ഫ്ലോ ഇത് ഇടിച്ച ശേഷം വന്ന വാട്ടർ ഫ്ലോയുടെ ചാനലാണ് നമ്മൾ ജനറൽ ടെയിൽ റൈസ് എന്ന് പറയുന്നത്. ഹെഡ് റൈസ് എന്ന് വെച്ചാൽ ടോപ്പ് വാട്ടർ ലെവൽ, അതാണല്ലോ ടോട്ടൽ ഗ്രോസ് ഹെഡായിട്ട് നമ്മൾ എടുക്കുന്നത്. ഗ്രോസ് ഹെഡ് മീൻസ് ഹെഡ് റൈസ് ടു റേസ് വരെയുള്ള ടോട്ടൽ ഹെഡ് അവൈലബിലിറ്റിയാണ്. പക്ഷേ ഇവിടെ നമുക്ക് കിട്ടുന്ന നെറ്റ് ഹെഡാണ്. അപ്പോൾ അതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. നേരെ നമ്മൾ വാട്ടർ വന്ന് പതിക്കുന്ന കാര്യം തൊട്ടാണ് ഇവിടെ നമ്മൾ പെൽട്ടൺ ടർബൈനിൽ എടുത്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഫ്രാൻസിസ് ടർബൈൻ, അത് മീൻസ് റിയാക്ഷൻ ടർബൈൻ. അപ്പോൾ നമ്മൾ നേരത്തെ പെൽട്ടൺ ടർബൈൻ്റെ കാര്യം അതിൻ്റെ വർക്കിങ്ങും ഒക്കെ ബേസിക്കലി നമ്മൾ ഡിസ്കസ് ചെയ്ത്. അപ്പോൾ നെക്സ്റ്റ് എന്നുള്ളത് ഇനി നമുക്കുള്ളതെന്ന് വെച്ചാൽ റിയാക്ഷൻ ടർബൈൻ്റെ വർക്കിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ബേസിക്കലി നമ്മുടെ എനർജി ടൈംസിലുള്ള ഡിഫറൻസസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇമ്പൾസ് ടർബൈൻ ബേസിക്കലി എനർജി അവൈലബിലിറ്റി ഇല്ലറ്റ് ഈസ് ഓൺലി കൈനറ്റിക് എനർജിയാണ്. റിയാക്ഷൻ ടർബൈൻ ആകുമ്പോൾ എനർജി അവൈലബിൾ അറ്റ് ഇല്ലറ്റ് ഈസ് ബോത്ത് കൈനറ്റിക് എനർജി ആൻഡ് പ്രഷർ എനർജി. അപ്പോൾ ഫ്ലോ ത്രൂ ദ ടർബൈൻ നടക്കുന്ന സമയത്ത് എ പോർഷൻ ഓഫ് പ്രഷർ എനർജി ഈസ് കൺവേർട്ട് ഇൻ ടു കൈനറ്റിക് എനർജി വെൻ പാസിംഗ് ത്രൂ ദി ഫ്ലോ പാസേജസ്. സോ ഇറ്റ്സ് എ എൻക്ലോസ്ഡ് ഫ്ലോ പാസേജസ് ആയിരിക്കണം. ഈ ഒരു തരത്തിലുള്ള കൺവേർഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഫുൾ എൻക്ലോസ്ഡ് ഫ്ലോ പാസേജസ് ആണ് നമ്മളതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. പെൽട്ടന് അങ്ങനെ ഒരു ഫീച്ചർ ഇല്ല. ഓക്കെ, അപ്പോൾ അതാണ് ഒരു മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ എന്ത് നമ്മൾ ഈ പറയുന്ന റിയാക്ഷൻ ടർബൈനിലെ എനർജി അവൈലബിലിറ്റിയിലുള്ള വേരിയേഷൻ കമ്പയർഡ് ടു ദ ഇമ്പൾസ് ടർബൈൻ. ഓക്കെ, അപ്പോൾ നമ്മൾ റിയാക്ഷൻ ടർബൈനിൽ നമ്മൾ ബേസിക്കലി നമ്മൾ 2 ടൈപ്പ് ടർബൈൻസ് ആണ് പഠിക്കുന്നത്. ഫസ്റ്റ് ഈസ് ഫ്രാൻസിസ് ടർബൈൻ ആൻഡ് സെക്കൻഡ് ഈസ് കെപ്ലാൻ ടർബൈൻ. അപ്പോൾ കെപ്ലാൻ ടർബൈൻ പ്യൂർലി ആക്സിയൽ ഫ്ലോ ടർബൈൻ ആണ്. പക്ഷേ ഫ്രാൻസിസ് ടർബൈൻ ബോത്ത് ആക്സിയൽ ആൻഡ് റേഡിയൽ ഫ്ലോ ആണ്. സോ അതിനെ പറഞ്ഞ പേരാണ് മിക്സ്ഡ് ഫ്ലോ ടർബൈൻ. അപ്പോൾ മിക്സ്ഡ് ഫ്ലോ ടർബൈൻ എന്ന് പറയാൻ കാരണം വെച്ചാൽ മിക്സ്ഡ് ഫ്ലോ ടർബൈൻ എന്താണ് മിക്സ്ഡ് ഫ്ലോ ടർബൈൻ. അപ്പോൾ മിക്സ്ഡ് ഫ്ലോ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഫ്ലോ 2 രീതിയിൽ നടക്കും. ഒന്നെന്ന് വെച്ചാൽ ടാൻജൻഷ്യൽ ഫ്ലോയും അതിൻ്റെ സെക്കൻഡ് ഈസ എന്താണ് ആക്സിയൽ ടാൻജൻഷ്യൽ ഫ്ലോ അല്ല, ഫസ്റ്റ് ഈസ റേഡിയൽ ഫ്ലോ, സെക്കൻഡ് ഈസ ആക്സിയൽ ഫ്ലോ. ഈ 2 രീതിയിൽ എന്ത് നടക്കും? അവിടെ ഫ്ലോ നടക്കും. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ആ പേരിൽ പറയുന്നത്. ദാറ്റ് ഈസ് മിക്സ്ഡ് ഫ്ലോ ടർബൈൻ. അപ്പോൾ മിക്സ്ഡ് ഫ്ലോ ടർബൈൻ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഫ്രാൻസിസ് ടർബൈൻ. അപ്പോൾ ഫ്രാൻസിസ് ടർബൈനിൻ്റെ ബേസിക് ഒരു കൺസെപ്റ്റ് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ 2 വ്യൂസാണ്. ഇതൊരു സെക്ഷണൽ വ്യൂവും ഇത് അതായത് ടർബൈൻ എടുത്തിട്ട് കുറുകെ മുറിക്കുന്നതാണ്. ഇത് നമ്മൾ നെടുകെ മുറിച്ചിട്ടുള്ള ടോപ്പ് വ്യൂ. അതാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. അപ്പോൾ 2 വ്യൂസും വരച്ചിട്ടുണ്ട്. ഇവിടെ സ്ഥലമില്ലാത്ത നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വരച്ചു. അല്ലാതെ ഇവിടെ കണ്ടിന്യൂറ്റി ഒന്നും ഇല്ല കേട്ടോ, അന്ന് ശ്രദ്ധിക്കണേ. ഇതിങ്ങനെ പോകുന്നേ ഉള്ളൂ. അപ്പം ഞാൻ ജസ്റ്റ് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ക്ലോസ് ആക്കി വരച്ചേക്കുന്നതേ ഉള്ളൂ, 2 ഒറ്റ വ്യൂ കിട്ടാൻ. അപ്പോൾ ഇതിൻ്റെ തന്നെ ടോപ്പ് വ്യൂ ആണ്. ഇങ്ങനെ ഈ രീതി കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വ്യൂ ആണ് ഈ കാണിച്ചേക്കുന്നത് കേട്ടോ. ഇതിങ്ങനെ വന്നേക്കുക. ഓക്കെ, അതാണ് അതിന് 2 വ്യൂസ്. അപ്പം ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെ ഞാൻ പറയുമ്പോൾ എന്താണ് ഇതിൻ്റെ ബേസിക്കലി ഇതിൻ്റെ കൺസെപ്റ്റ് ഡീറ്റെയിൽസ് വരുന്നത്. പിന്നെ ബേസിക്കലി ഇതിൻ്റെ പാർട്സ് എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ടോപ്പിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു റണ്ണർ ഉണ്ട്, റൊട്ടേറ്റിംഗ് എലമെൻറ്റ്, പിന്നെ അതിന് ഗൈഡ് വെയിൻസ് ഉണ്ട്, പിന്നെ സ്ക്രോൾ കേസിംഗ് ഉണ്ട്. ദാറ്റ് ഈസ് നോൺ സ്പൈറൽ കേസിംഗ് എന്ന് പറയാം. സ്പൈറൽ കേസിങ്ങിൻ്റെ വ്യൂ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്ന. 2 ഇങ്ങനെ വരുന്നില്ല, ഒച്ചിനൊക്കെ തോടുപോലെ ഇങ്ങനെ വരും. ദാറ്റ് ഈസ് നോൺ സ്ക്രോൾ കേസിംഗ് എന്ന് പറയും. അപ്പോൾ ആ സ്ക്രോൾ കേസിംഗ് ആണ് ഇവിടെ നമ്മൾ എന്തെടുത്തേക്കുന്നത്? സ്പൈറൽ കേസിംഗ് ആണ് എടുത്തേക്കുന്നത്. പിന്നെ പെൻ സ്റ്റോക്കിൽ നിന്ന് നേരെ വാട്ടർ ഫ്ലോ ഡയറക്റ്റ് അതിലേക്ക് എൻ്റർ ചെയ്യണം. അപ്പോൾ ഇതൊരു ഗ്രാജുവലി സ്പൈറൽ കേസ് വെച്ചാൽ ഗ്രാജുവലി ഏരിയ ക്രോസ് സെക്ഷൻ റെഡ്യൂസ് ചെയ്ത് സൈറ്റിൽ റെഡ്യൂസിങ് ജോമെട്രിയാണ് ഏതുള്ളത് സ്പൈറൽ കേസിംഗ് അല്ലെങ്കിൽ സ്ക്രോൾ കേസിങ്ങിന് ഉള്ളത്. ഇത്രയാണ് അതിൻ്റെ കൺസെപ്റ്റൽ ഫീച്ചേഴ്സ്. പിന്നെ നമ്മൾ ഈ വ്യൂ നോക്കുകയാണെങ്കിൽ ഈ ഷാഫ്റ്റ്, അപ്പം ഈ റണ്ണർ അറ്റാച്ച് ചെയ്യുന്ന ഷാഫ്റ്റിലാണ്. അപ്പോൾ നമ്മൾ ഈ വാട്ടർ സ്പീഡിൽ വന്ന് ഇടിക്കുന്ന സമയത്ത് ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഷാഫ്റ്റ് തിരിയും. ഈ ഷാഫ്റ്റുമായിട്ട് കപ്പിൾ ചെയ്ത് ജനറേറ്റർ റൊട്ടേറ്റ് ചെയ്യും, ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ നടക്കും. അപ്പോൾ ആ രീതിയിലാണ് എനർജി ജനറേഷൻ അവിടെ നടക്കുക. അപ്പോൾ ഈ പറയുന്നതെന്ന് വെച്ചാൽ ഈ വ്യൂ നോക്കുമ്പോൾ നമുക്കൊരു എക്സ്ട്രാ സാധനങ്ങളാണ് ഡ്രാഫ്റ്റ് ട്യൂബ്. ഇപ്പോൾ ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഈ വാട്ടർ ഈ ആക്സിയൽ ഫ്ലോയിൽ വിധേയമായ ശേഷം വരുന്ന വാട്ടർ നേരെ വന്ന് ടെയിൽ റൈസിലോട്ട് പോകുന്ന ത്രൂ ഡ്രാഫ്റ്റ് ട്യൂബാണ്. പിന്നെ പർപ്പസ് എന്ന് വെച്ചാൽ ഒരു നെഗറ്റീവ് ഹെഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ഫ്ലോ അതേപോലെ വന്നിട്ട് നേരെ ടെയിൽ റൈസിലേക്ക് പോകുക എന്നുള്ളതാണ് ഈ ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ പറഞ്ഞത്, ടു ക്രിയേറ്റ് എ നെഗറ്റീവ് ഹെഡ്. അപ്പോൾ അതേ ഇതിൽ ലോസ് ഒന്നും ഇല്ലാതെ നേരെ വന്ന് നമുക്ക് ഇതിലോട്ട് വരാൻ പറ്റും. ഈ ടെയിൽ റൈസിലേക്ക് വാട്ടർ ഡിസ്ചാർജ് ചെയ്യപ്പെടാൻ സാധിക്കും. അതാണ് അപ്പോൾ എഫിഷ്യൻസിയിലും അത് കാര്യമായ പങ്ക് വഹിക്കുന്നുണ്ട്. ഈ ഡ്രാഫ്റ്റ് ട്യൂബ് ടു ക്രിയേറ്റ് എ നെഗറ്റീവ് പ്രഷർ ഹെഡ്. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ ഡ്രാഫ്റ്റ് ട്യൂബ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കും, ഡ്രാഫ്റ്റ് ട്യൂബ് ഉള്ളതെന്ന് വെച്ചാൽ ഏതിന് റിയാക്ഷൻ ടർബൈന് മാത്രമേ ഡ്രാഫ്റ്റ് ട്യൂബ് ഉള്ളൂ. നമ്മുടെ ഫ്രാൻസിസിനും കെപ്ലാനും ഇമ്പൾസ് ടർബൈനും ഒരിക്കലും ഡ്രാഫ്റ്റ് ട്യൂബ് ഇല്ല. ആ പടത്തിൽ നമ്മൾ ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന സാധനം പോലും വരച്ചിട്ടില്ല എന്നുള്ളത് ഓർക്കണം. ഫസ്റ്റ് നമ്മൾ വ്യൂ നോക്കുക.
ഫസ്റ്റ് വാട്ടർ എൻറ്റേഴ്സ് ഇൻ ദ ടർബൈൻ ത്രൂ പെൻസ്റ്റോക്ക് അല്ല, വാട്ടർ എൻറ്റേഴ്സ് ദ ടർബൈൻ ഫ്രം പെൻസ്റ്റോക്കിൽ നിന്ന് എന്തോ വാട്ടർ നേരെ വന്നിട്ട് കയറുന്നുണ്ടോ, നേരെ വന്നിട്ട് കയറുന്ന ഏതാ സ്പൈറൽ കേസിംഗ് അല്ലെങ്കിൽ സ്കോ കേസിംഗിലേക്കാണ് നേരെ വാട്ടർ എൻ്റർ ചെയ്യപ്പെടുന്നത്. പടത്തിൽ കാണാമല്ലോ. അപ്പോൾ ഈ ഫ്ലോ എന്ന് വെച്ചാൽ എന്താണ്, ദിസ് ഇങ്ങനെ വന്നിട്ടുണ്ടോ, സ്പൈറൽ കേസിംഗിൽ നേരെ വന്നിട്ട് കയറി എങ്ങനെ കയറുന്ന റണ്ണർ ബ്ലേഡിലോട്ട് റണ്ണർ വീലിലോട്ട് കയറുന്നത് എങ്ങനെയാണ്, ത്രൂ ഗേഡ് വെയിൻസ്. അപ്പോൾ ഗേഡ് വെയിൻസ് ആണ് എത്ര വെള്ളത്തിൻ്റെ ആ വാട്ടർ ഫ്ലോ ഡയറക്ഷനെ കൺട്രോൾ ചെയ്യുന്നത്. ഇതൊരു ഹിഞ്ചഡ് ജോയിൻ്റ് ആണോ, ഈ ബ്ലേഡ് നമുക്ക് ഇങ്ങനെ അറക്കാനൊക്കെ പറ്റും. ആ ലാബിൽ ആ ടർബൈൻ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാക്കാനും ഈ ബ്ലേഡ്സ് ഇങ്ങനെ തിരിക്കാൻ പറ്റും. അപ്പോൾ എത്ര എമൗണ്ട് ഓഫ് വാട്ടർ അതിലേക്ക് എൻ്റർ ചെയ്യപ്പെടാം എന്നുള്ളത് ഈ ബ്ലേഡിൻ്റെ അറേഞ്ച്മെൻറ്റ്സിൽ ആ ലോക്കിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു പൈവോട്ടഡ് ജോയിൻസ് ആണ് ഈ ബ്ലേഡ്സിൻ്റെ വെച്ചേക്കുന്നത്. അതായത് ബ്ലേഡ്സ് എന്ന് വെച്ചാൽ ഈ പറയുന്ന ഗേഡ് വീൽസ്, ആ ഗേഡ് വെയിൻസ് എന്ന് പറയും. ദാറ്റ് ഈസ് നോൺ ആസ് ഗേഡ് വെയിൻസ് വിച്ച് അലോസ് ദ വാട്ടർ എൻ്റർ ടു ദ റണ്ണറിലേക്ക് വാട്ടറിനെ ഗൈഡ് ചെയ്യപ്പെടുന്നത് ഈ ഗൈഡ് വെയിൻസിൻ്റെ അറേഞ്ച്മെൻറ്റ് മൂലമാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്ന വീലിനെ പറഞ്ഞ പേരാണ് ഗൈഡ് വീൽ. അപ്പോൾ ഇവിടെ ഗൈഡ് വെയിൻസിൻ്റെ കാര്യം എഴുതിയിട്ടുണ്ട്. നമ്മൾ ടോപ്പ് വ്യൂ നോക്കുമ്പോൾ ഗൈഡ് വെയിൻസ് ഇങ്ങനെ ഓരോ ദളങ്ങൾ പോലെ ഇങ്ങനെ ഇതൊക്കെ മെറ്റാലിക് പീസസാണ്, സ്റ്റീലിൻ്റെ ഒക്കെ പീസസാണ്. അപ്പോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഗൈഡ് വെയിൻസ്. അപ്പോൾ ഗൈഡ് വെയിൻസ് കൂടെ വാട്ടർ നേരെ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ റേഡിയൽ ഡയറക്ഷനാണ്. അവിടെ വരുമ്പോൾ ഫ്ലോ റേഡിയലാണ്. നേരെ വന്നിട്ട് എന്തോ റണ്ണറിൽ കൂടെ കയറി ഈ സെൻറ്ററിലേക്ക് പോകുന്നു. അതിനുശേഷം നേരെ വന്ന് ഇങ്ങനെ വരുന്നു. അപ്പം ഇങ്ങനെ കിടന്ന് കറങ്ങുമോ വെള്ളം, കറങ്ങി നേരെ വന്നിട്ട് സെൻറ്ററിലേക്ക് കയറുന്നു. അപ്പോൾ അത് റേഡിയലായി അത് കയറിയിട്ട് താഴോട്ട് വന്ന് ഡ്രാഫ്റ്റ് ട്യൂബ് വഴി പുറത്തേക്ക് എത്തുന്നു. ദാറ്റ് ഈസ് ആ ആക്സിയൽ ഫ്ലോ. അപ്പോൾ അറ്റ് എ ടൈം റേഡിയൽ ഫ്ലോയും അവിടെ ഉണ്ടായി, അതുപോലെ തന്നെ അറ്റ് എ ടൈം ഏത് ഫ്ലോ ഉണ്ടായി, ആക്സിയൽ ഫ്ലോയും അവിടെ ഉണ്ടായി. സോ ഇറ്റ് ഈസ് നോൺ ആസ് മിക്സ്ഡ് ഫ്ലോ. അതുകൊണ്ട് അവിടെ പറയുന്ന പേരാണ് മിക്സ്ഡ് ഫ്ലോ ടർബൈൻ. അപ്പോൾ കൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. ഫസ്റ്റ് വാട്ടർ വരുന്നത് പെൻസ്റ്റോക്കിന് നേരെ വന്ന് പ്രഷർ എനർജിയായിട്ട് വരുന്നത്. അപ്പോൾ ഇതിലോട്ട് കയറുമ്പോൾ ഒരു ഭാഗം പ്രഷർ എനർജി എന്തായിട്ട് മാറി, കൈനറ്റിക് എനർജിയായിട്ട് മാറും. പാസിംഗ് ത്രൂ ദിസ് ഗൈഡ് വെയിൻസ്. ഓക്കെ, ആ ഗൈഡ് വെയിൻസ് അറിയുന്നതൊക്കെ അനുസരിച്ച് സെറ്റ് ചെയ്യാം. എന്നിട്ട് നേരെ റണ്ണർ വീൽസിലോട്ട് കയറും. റണ്ണർ വീൽസിലൂടെ അതിൽ നിന്ന് നല്ല എനർജി ചെന്ന് ഇതിലിടിക്കും. ഈ റണ്ണർ ബ്ലേഡ്സും വെയിൻസ് വരുന്ന സിസ്റ്റത്തിൽ ഇടിക്കും. അപ്പോൾ ഇനി അത് റൊട്ടേറ്റ് ചെയ്യപ്പെടും. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ജനറേറ്റർ കറങ്ങും, പവർ ഓപ്പറേഷൻ നടക്കും. അതിനുശേഷം ഫ്ലോ ചെയ്ത് പറയുന്നത് ദെൻ ത്രൂ ആക്സിൽ ഡയറക്ഷൻ ആൻഡ് ഫോളിംഗ് ഇൻ ടു ദ ടെയിൽ റൈസ്. ഓക്കെ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ട്രാപ്പ് ട്യൂബ് ടു ക്രിയേറ്റ് എ നെഗറ്റീവ് പ്രഷർ ഹെഡ് അറ്റ് ദ എക്സിറ്റ് ഓഫ് ദ ടർബൈൻ. അപ്പോൾ ട്രാപ്പ് ട്യൂബ് അതിൽ വെള്ളത്തിന് ഇങ്ങനെ സമ്മർ ചെയ്ത് വെച്ചേക്കുമായിരിക്കും. അപ്പോൾ ഒരു നെഗറ്റീവ് ഹെഡ് അതുപോലെ ക്രിയേറ്റ് ചെയ്യും. ലോസസ് ഒന്നും ഇല്ലാതെ എഫിഷ്യൻസിയിലൊന്നും ലോസ് വരാതെ നേരെ വന്ന് ആ പ്രോസസ്സ് പൂർത്തിയാകും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ വർക്കിംഗ് നമ്മൾ പറയുന്നത് ഫ്രാൻസിസ് ടർബൈൻ്റെ വർക്കിംഗ്. അപ്പം മിക്സ്ഡ് ഫ്ലോ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ടൈമാണ് മിക്സ്ഡ് ഫ്ലോ എന്നുള്ളത്. കാരണം അതിൽ രണ്ട് ടൈപ്പ് ഫ്ലോയും അതിൽ അറ്റ് എ ടൈം വരുന്നുണ്ട്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് കെപ്ലർ ടർബൈൻ ആണെങ്കിൽ ഓൺലി ആക്സിയൽ ഫ്ലോയ്ക്കാണ് അവിടെ ഇമ്പോർട്ടൻസ്. പക്ഷേ പെട്ടെന്ന് ആണെങ്കിൽ നമ്മൾ നോക്കുന്നെങ്കിൽ എന്താണ് അവിടെ ഇത് രണ്ടും അല്ല മെയിനായിട്ടുള്ള ഏതൊരു ഫ്ലോ ആണ്, ദാറ്റ് ഈസ് എ ടാൻജൻഷ്യൽ ഫ്ലോ ടർബൈൻ. അപ്പോൾ ആ ഫ്ലോ ഡയറക്ഷൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് നമ്മൾ ഫസ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയപ്പോൾ നമ്മൾ അതായിരുന്നു ചെയ്തിരുന്നത്. ഓക്കെ, ഏത് ടൈപ്പ് ഫ്ലോ ആണെന്നുള്ള കാര്യം ബേസ് ചെയ്തിട്ട് നമ്മൾ അതായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കുക. ഗൈഡ് വെയിൻസ്, ഗൈഡ് വീല്, പിന്നെ സ്ക്രോൾ കേസിംഗ് ഓർ അതിന് പറയുന്നത് സ്പൈറൽ കേസിംഗ് വിച്ച് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് റിഡ്യൂസിങ് ഏരിയ, ഗ്രാജുവലി ഏരിയ റിഡക്ഷൻ നടത്തുന്ന ഫോമാറ്റാണ് അതിൻ്റെ ജോമെട്രി. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഗൈഡ് വീലുണ്ട്, ഗൈഡ് വെയിൻസ് ഉണ്ട്, റണ്ണറുണ്ട്. ഇത്രയാണ് അതിന് മെയിൻ കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സായിട്ട് ഇതിൽ വരുന്നത് ഈ ഫ്രാൻസിസ് ടർബൈനിൽ വരിക. ഓക്കെ, ഇത്രയും കാര്യം സംശയമില്ലല്ലോ. അപ്പോൾ ഇവിടെ എനർജി കൺവേർഷൻ എങ്ങനെയാണ്, ബോത്ത് കൈനറ്റിക് എനർജി ആൻഡ് പ്രഷർ എനർജി അവൈലബിൾ ഉണ്ട് അറ്റ് ഇൻലെറ്റ്. അതാണ് ഇതിൻ്റെ പ്രവർത്തനത്തിന് ബേസിക് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പം ഫ്ലോ നടക്കുന്ന സമയത്ത് പോർഷൻ ഓഫ് പ്രഷർ എനർജി ഇസ് കൺവേർട്ട് ഇൻറ്റു കൈനറ്റിക് എനർജി. കുറച്ച് ഭാഗം കൈനറ്റിക് ആയിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ഇത് മൊത്തം എൻക്ലോസ്ഡ് ക്യാവിറ്റീസിലൂടെയാണ് ഈ ഫ്ലോ ത്രൂ ഔട്ട് നടക്കുന്നത്. നല്ല വാട്ടർ ടൈറ്റ് ചേമ്പർ, ഫ്ലൂയിഡ് ടൈറ്റ് ചേമ്പർ ആയിരിക്കും ടോട്ടൽ അതിൽ. പക്ഷേ പെട്ടെന്നൊന്നും അങ്ങനെയല്ല, ഓപ്പൺ ആയിരിക്കും. ഓക്കെ, ഇതൊന്ന് ഫുള്ള് ക്ലോസ്ഡ് ആയിരിക്കും. ജസ്റ്റ് ഡ്രാഫ്റ്റ് ട്യൂബ് വന്ന് പുറത്ത് വെള്ളത്തിലെത്തുമ്പോൾ മാത്രമായിരിക്കും അറ്റ്മോസ്ഫിയറായിട്ട് എന്തെങ്കിലും കോൺടാക്റ്റ് വരിക ആ റൊട്ടേറ്റ് ചെയ്യുന്ന ഫുള്ള് സർക്കുലേറ്റ് ചെയ്യുന്ന ഫ്ലൂയിഡിന്. ഓക്കെ, ഇതേപോലെ തന്നെ ചെറിയൊരു വേരിയേഷൻ ഉള്ളത് നമ്മുടെ ഏത് ടർബൈനാണ്, നമ്മുടെ കെപ്ലർ ടർബൈൻ. അപ്പോൾ ഇതിന് ബേസിക് കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഗൈഡ് വെയിൻസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഗൈഡ് വെയിൻ മെക്കാനിസം ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കതിന് ചെറിയൊരു ഷിഫ്റ്റിംഗ് മെക്കാനിസം ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ എത്ര എമൗണ്ട് വാട്ടർ അതിലേക്ക് എൻ്റർ ചെയ്യപ്പെടുന്നത് കൺട്രോൾ ചെയ്യുന്നത് ഏതില്ല, ഇൻ ദ കേസ് ഓഫ് ഫ്രാൻസിസ് ടർബൈനിൽ. ഓക്കെ, അപ്പോൾ ഈ കമ്പൽസറി മനസ്സിലാക്കി എന്താണെന്ന് വെച്ചാൽ പടത്തിൻ്റെ വ്യൂ അത് തെറ്റിക്കില്ല, അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കും. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സെക്ഷൻ വ്യൂ എടുത്തത് മനസ്സിലായോ, ഇതിനെ ഈ ഒരു ടർബൈനെ നെടുകെ മുറിച്ചതാണ് ഈ കാണുന്നത്. ഓക്കെ, ഇതിനെ ഇങ്ങനെ കുറുകെ മുറിച്ച് നമ്മൾ ടോപ്പിൽ നിന്ന് നോക്കുന്ന ഒരു വ്യൂ ആണ് ഈ കാണിച്ചേക്കുന്നത്. കണ്ടോ, അപ്പോൾ ഇത് ഇങ്ങനെ വരും, ഇങ്ങനെ കറങ്ങി ഇങ്ങനെ ഉച്ചിൻ്റെ തോട് പോലെ അങ്ങനെ വരും. അപ്പോൾ അതാണ് ഞാൻ കാണിച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യൂവിൽ നമുക്ക് ഫുള്ള് കിട്ടത്തുള്ളൂ. ഏതാ നമ്മൾ ഈ പറഞ്ഞ ഗൈഡ് വെയിൻസും റണ്ണർ വെയിൻസിനും കറക്റ്റ് കാര്യം. അപ്പോൾ ഫസ്റ്റ് റേഡിയയിൽ വന്ന് കയറുന്ന പിന്നെ നേരെ അകത്തോട് റണ്ണർ വഴി ത്രൂ ആക്സിലി വരുന്നു. അപ്പോൾ ആ രീതിയിലാണ് ഇതിൽ ഫ്ലോ നടക്കുന്നത്. അപ്പോൾ ബേസിക്കലി ഈ ഒരു ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ബേസിക് കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ആയിട്ട് വരിക. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കി വെച്ചേക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ ആക്സിയൽ ഫ്ലോ ടർബൈൻ. ആക്സിയൽ ഫ്ലോ ടർബൈൻ്റെ വർക്കിംഗ് ആണ്. അതിൽ മെയിനായിട്ട് വരുന്നതാണ് ഏത്, കെപ്ലർ ടർബൈൻ. ഓക്കെ, ഫ്രാൻസിസ് ആണ്
മിക്സ്ഡ് ഫ്ലോ ആയിട്ട് വരിക. അപ്പം എക്സാമിന് മിക്കവാറും ചോദിക്കുന്നത് ഫ്രാൻസിസ് ടർബൈൻ ഈസ് എ ഓപ്ഷൻ എ മിക്സ്ഡ് ഫ്ലോ ടർബൈൻ, ബി ടാൻജൻ ഫ്ലോ ടർബൈൻ, സി ആക്സിയൽ ഫ്ലോ ടർബൈൻ, ഡി നൺ ഓഫ് ദീസ്. അപ്പോൾ കറക്റ്റ് അറിഞ്ഞിരിക്കണം ഏത് ടൈപ്പ് ഫ്ലോ ആണ് മിക്സ്ഡ് ഫ്ലോ ടർബൈൻ ആണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. പിന്നെ കാരണം എന്നുള്ളത് നമുക്കിതിനെ വർക്കിംഗ് ജസ്റ്റ് നോക്കുമ്പോൾ എന്ത് ചെയ്യും, ബേസിക്കലി മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക അബൌട്ട് ദ വർക്കിംഗ് ഓഫ് ഫ്രാൻസിസ് ടർബൈൻ എന്നുള്ളത്. അപ്പോൾ സംശയമില്ലല്ലോ. അപ്പോൾ നെക്സ്റ്റ് ഈസ് ദ കെപ്ലാൻ ടർബൈൻ.